മിൻസിൽ ബിൻഡാബേളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസ് തയ്ക്കാൻ പോവുകയാണ്. ഇത് ഫ്രണ്ട് പീസാണ്. അപ്പം നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഇതിൽ വേറെ പടിയൊന്നും പിടിപ്പിക്കുന്നില്ല. നമ്മൾ ഈ ലൈനിങ് ഇട്ടിട്ട് ലൈനിങ്ങിന്റെ മോൾപോട്ട് അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുവാണ്. ഇതാണ് ലൈനിങ് തുണി. ഇതിന്റെ മോൾപോട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് ഈ കഴുത്തിന്റെ അവിടെ അങ്ങ് തയ്ക്കുവാണ്. അല്ല, പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ വേറെ പടി പിടിപ്പിക്കുന്നില്ല. സാധാരണ ബ്ലൗസിന് തയ്ക്കുന്ന പോലുള്ള പടികൾ ഇതേ പിടിപ്പിക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ റൗണ്ട് ഈ മുൻവശത്തെ കഴുത്ത് തയ്ച്ച് നമ്മൾ ചെറിയ ചെറിയ ഓരോ വെട്ടുകൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ കഴുത്ത് വലിയാതിരിക്കാനാണ്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ 2 തയ്യൽ തയ്ക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ് തയ്ക്കുന്നത്. ഇനി നമ്മൾ കട്ടിങ് തയ്ക്കാം. ഈ കട്ടിങ്ങുകൾ നമുക്കിനിയും തയ്ച്ചുകൊണ്ട് വരാം. നമ്മളെ ഈ കട്ടിങ്ങും ഈ ലൈനിങ്ങും ഇതും കൂടെ ചുളിവ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ ആദ്യം നമ്മൾ ഈ വരച്ച വരയെ കൂടെ ഒരു തയ്യൽ കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തയ്ക്കാം. ഇങ്ങനെ ഇവിടെയും തയ്ക്കാം, ഇതും തയ്ക്കാം, ഇതും തയ്ക്കാം. ഇങ്ങനെ ഓരോ തയ്യൽ തയ്ച്ചതിന് ശേഷം കണ്ടോ, ഈ തയ്യൽ കണ്ടോ, കാണാവോ? തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ കട്ടിങ് തയ്ക്കാമെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ലതായിട്ട് ഇത് ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റും. അതിനാണ് ഈ ഒരു തയ്യൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലവണ്ണം തന്നെ ഇങ്ങനെ മടങ്ങി വരും. അപ്പോൾ തന്നെ നമ്മൾ ബ്ലൗസിന്റെ കട്ടിങ് തയ്ച്ചേ. ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ ഫ്രണ്ട് പീസിലെ മുൻവശത്തെ കട്ടിങ്. ഇനി നമുക്ക് ഈ താഴെ പടിയും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന്റെ പണിയെല്ലാം ഒതുങ്ങും. നമ്മൾ താഴെ അടിക്കുമ്പോൾ സൈഡ് 2 സൈഡിന്റെ ഈ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ക്കാൻ. സൈഡാണ്, അത് വിട്ടിട്ട് വേണം തയ്ച്ചിങ്ങോട്ട് വരാൻ. അല്ല, നമ്മുടെ സൈഡ് താന്ന് കിടക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ പടിയും പിടിപ്പിച്ച് ഇതിന്റെ പണികളെല്ലാം പൂർത്തിയാക്കി. ഇനി നമ്മൾ പുറകിലത്തെ പീസ് എടുത്ത് അതേ ലൈനിങ് പിടിപ്പിച്ച് ഇനി കമത്തി ഇട്ടിട്ട് അത് തയ്ച്ചതുപോലെ തന്നെ നമുക്കിത് തയ്ച്ചു പോകാം. നമ്മൾ ഈ പുറകിലത്തെ പീസ് പടി പിടിപ്പിക്കുമ്പോഴും ഈ 1/2 ഇഞ്ച് മാറ്റിയിടാൻ മറക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ പുറം പീസ് റെഡി ആയിട്ടുണ്ട്, ബാക്ക് ഓപ്പണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് എടുത്ത് ഈ ഷോൾഡർ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കണം. ഈ ഷോൾഡറെ കൂട്ടിപ്പിടിപ്പിക്കണം. ഷോൾഡർ വന്ന് കൂട്ടിപ്പിടിപ്പിച്ചിട്ട് നമുക്ക് കൈ ഉണ്ടല്ലോ, 2 കൈ, അതിന്റെ അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കാം. ഈ ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം ഈ ഷോൾഡർ നമുക്ക് തുമ്പൊളിച്ചാണ് തയ്ക്കേണ്ടത്. പക്ഷെ ഇതിലെ വേറെ ഒരു വർക്ക് വരുന്നത് കൊണ്ട്, കഴുത്തിൽ ഇങ്ങനെ വർക്ക് വരുന്നത് കൊണ്ട് തുമ്പൊളിച്ചില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തുമ്പൊളിച്ചായിരുന്നു തയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഈ കൈയുടെ അടിഭാഗം നമുക്ക് കൂട്ടി തയ്ക്കാം. അല്ല, കൂട്ടി തയ്ക്കുന്നതല്ല, അടിഭാഗം മടക്കി തയ്ക്കാം. കൈയുടെ അടിഭാഗമാണിത്. 2 കൈ അങ്ങനെ തയ്ച്ചെടുക്കാം. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഇതാണ്ട് ഇങ്ങനെ ഞുറുവിടുന്നില്ലേ, ആ ഞുറുവിടാനുള്ള തുണിയാണിത്. ഇതിന്റെ വക്ക് നമ്മൾ തയ്ക്കുവാണ്. ഈ വക്ക് തയ്ച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കണം. അത് കഴിഞ്ഞാണ് ഇത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഞുറുവിടാനുള്ള ഈ തുണീൻ്റെ വക്കടിച്ചേ. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു നുറുവുകളിട്ട് മാറ്റി വെക്കാം. അടുപ്പിച്ചല്ല, ഇച്ചിരി അകലത്തിൽ വേണം ഇടാനേ. ഇത്ര അകലം വേണം. നമ്മളിപ്പോൾ തന്നെ ഇതിന് ഞൂറ് വിട്ട് കഴിഞ്ഞ് നമ്മൾ ഈ കൈക്കുഴിയിൽ ഇത് വെക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ കൈ എടുത്ത് പിടിപ്പിക്കാനുള്ള കൈ ഉണ്ടല്ലോ, കൈ എടുത്ത് അതിൻ്റെ മോൾപോട്ട് വെക്കണം. എന്നിട്ട് ഇതങ്ങ് അടിച്ചു പോവുകയാണ്. ഒരുപോലെ വെക്കണേ. ഈ കൈക്കുഴിയുടെ അവിടെ കച്ചക്കുഴി
അവിടെ ആദ്യം നമ്മൾ ഞുറുവിട്ട തുണി വെക്കണം. അത് കഴിഞ്ഞ് ഈ ബ്ലൗസ് വെക്കണം, ബ്ലൗസിൻ്റെ കൈ വെക്കണം. എന്നിട്ട് നമ്മൾ അടിക്കണം. അങ്ങനെ നമ്മൾ ഈ ലാസ്റ്റ് വരെ ഇങ്ങനെ അടിക്കണേ. ഈ ഇവിടം വരെ അടിക്കണം. അപ്പോൾ തന്നെ നമ്മൾ കൈ പിടിപ്പിച്ചു, കയ്യാൽ ഈ ഞുറുവും പിടിപ്പിച്ചു. ഈ ഞുറുവും കൈയും കൂടെ ഒന്നിച്ച് വെച്ച് വേണം തയ്ക്കാൻ. അപ്പോൾ 2 കൈയിലും പിടിച്ചു. ഇനി ഈ അളവ് ബ്ലൗസിൻ്റെ വണ്ണം കണക്കാക്കി നമ്മൾ 2 സൈഡും ആ വണ്ണത്തിനനുസരിച്ച് അടിച്ചു പോകണം. ഈ 2 സൈഡും ആദ്യം നമ്മൾ ഇതിൻ്റെ വണ്ണം എടുക്കണം. എന്നിട്ട് ആ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത്രയും വേണം നമ്മൾ ഇതെല്ലാം അടിക്കാൻ. അപ്പോൾ തന്നെ നമ്മൾ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കഴുത്തെ പിടിപ്പിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കാം. പൈപ്പിംഗ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കുന്നതാണത്. അപ്പോൾ നമുക്കത് ചെയ്യാം. നമ്മളപ്പം ബ്ലൗസ് എല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ കഴുത്തെ പിടിപ്പിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണ്. ഇത് തേണ്ട നമ്മൾ ക്രോസ് കട്ടിങ് വെട്ടിവെച്ച തുണികളാണ്. അതെന്തെടുക്കണമെന്നറിയാം, നമ്മൾ തേണ്ട ഇതുപോലെ അടിക്കണം. 2 സൈഡും കൂട്ടിച്ചേർത്ത് അടിക്കണം. അടിച്ചതിന് ശേഷം നമ്മളിത് തിരിച്ചിടണം. ഇത്ര അകലത്തിൽ ഇത് അടിക്കണേ. അടിച്ചിട്ട് നമുക്കിനി ഇത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ തയ്യൽ, ഈ വെട്ടുണ്ടല്ലോ, ഇത് അങ്ങ് അകത്ത് കയറിപ്പോവും. തിരിച്ചിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സൂചി എടുക്കുക. സൂചി എടുത്തിട്ട് ഇതെല്ലോട്ട് കുത്തുക. കുത്തി വെളിയിലിറക്കിയിട്ട് അവിടെ ഒരു കെട്ടിടണം. കെട്ടിട്ടിട്ട് നമ്മൾ ഈ സൂചി അതിനകത്തോട്ട് കയറ്റി വിടുവാണ്. സൂചി അകത്തോട്ട് കെട്ടി വെളിയിലോട്ട് ഇറക്കിയിട്ട് നമ്മളിങ്ങനെ പിടിച്ച് പതുക്കെ വലിക്കുമ്പോൾ ഉണ്ടല്ലോ അത് അകത്തോട്ട് കയറി വെളിയിൽ ഇറങ്ങിക്കോളും. വേണ്ട. അപ്പം നമ്മുടെ തയ്യലകത്ത് കയറിപ്പോയേ നമുക്ക് വെളിയിൽ നമ്മുടെ തയ്യൽ കാണാനില്ല. ഇതൊരു ഒരു വട്ടത്തിലുള്ള ഒരു പൈപ്പിങ്ങിൻ്റെ രൂപത്തിൽ നമുക്കിത് കിട്ടി. ഇനി നമ്മളിത് എന്തെടുക്കണമെന്നറിയാമോ? ഇതെല്ലാം ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്തെടുക്കണമെന്നറിയാമോ? ഒരു 2 ഇഞ്ച് അകലത്തിൽ, ഒരു 2 ഇഞ്ചിൻ്റെ അകലത്തിൽ 2 ഇഞ്ച് അകലത്തിൽ നമ്മളിത് മുറിക്കുവാണേ. അങ്ങനെ അതെല്ലാം മുറിച്ച് വെക്കണം. ഇങ്ങനെ മുറിക്കണേ. അപ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ കഴുത്തിലെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് ഇതാണ് കഴുത്ത നമ്മൾ ചെയ്ത വർക്ക്. ഓരോ തയ്യൽ, ഇനി ഒരു തയ്യലൂടെ തയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.